ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ വി എം സുധീരൻ ലൈം ലൈറ്റിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. കോൺഗ്രസിലെ നേതാക്കന്മാർ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന വിഷയമാണ് അദ്ദേഹത്തെ വീണ്ടും വെള്ളി വെളിച്ചത്തിലേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത്. സുധീരൻ നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ ആദർശശാലിയാണ്. എ കെ ആനയേക്കാൾ വലിയ ആദർശധീരനായ ഒരാളുണ്ടെങ്കിൽ അത് വി എം സുധീരനാണ്. ധീര വീര വീരസുധീര ധീരതയോടെ നയിച്ചോളും എന്നാണ് പണ്ട് കെ എസുകാരും പിൽക്കാലത്ത് യൂത്ത് കോൺഗ്രസ്സുകാരും വിളിച്ചിരുന്ന മുദ്രാവാക്യം. ആദർശത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് സുധീരനാണ്. അദ്ദേഹം ഒരിക്കലും നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിക്കും എന്ന് കണ്ടാലോ, അതല്ല പാർട്ടിയുടെ വിജയസാധ്യത തന്നെ ഇല്ലാതാവും എന്ന് കണ്ടാലോ, പുള്ളി നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. ആ പിടിച്ച പിടുത്തം വിടാതെ പിടി, ഉടുമ്പിൻ്റെ പിടിയാണ് സുധീരൻ്റെ പിടി. അങ്ങനെ സുധീരൻ ശക്തമായ പിടി പിടിച്ചത് പലപ്പോഴും പാർട്ടിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ലോക്സഭാംഗമായിരിക്കും, ആദ്യം നിയമസഭാംഗമായിരിക്കുമ്പോഴൊക്കെ ഇതുപോലെ ആദർശ പ്രചോദിതമായിട്ട് പല കലാപരിപാടികൾ ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിക്കും സർക്കാരിനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രതിച്ഛായ അങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സ്പീക്കറായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനുമായിട്ട് പല കാര്യങ്ങളിലും ഉടക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അത് കരുണാകരൻ തന്നെ വലിയ അലോസരമുണ്ടാക്കി. പക്ഷേ സുധീരന് ആദർശത്തിന് വലിയ തിളക്കം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് ബാർക്കോഴ വിവാദമുണ്ടാകുന്നത്. ബാർക്കോഴയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദനോ അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനോ നടത്തിയേക്കാൾ വലിയ കുരിശുയുദ്ധമാണ് സാക്ഷാൽ വി എം സുധീരൻ നടത്തിയത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന് ഒരു തുടർ ഭരണം ലഭിക്കാതെ പോയത്. കെ ബാബു, ഡൊമിനിക് പ്രസൻറ്റേഷൻ, അടൂർ പ്രകാശ്, അതുപോലെ ബെന്നി ബെഹനാൻ, ഇത്തരം പേർക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് വാശി പിടിച്ച ഇദ്ദേഹമാണ്. അങ്ങനെ അതിൽ അടൂർ പ്രകാശ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ബെന്നി ബെഹനാൻ സീറ്റ് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന വി എം സുധീരൻ ഈ കോൺഗ്രസ്സിലെ ചില നേതാക്കളെങ്കിലും രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന അഭിപ്രായം പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് തീരെ സഹിക്കാൻ പറ്റിയില്ല. പുള്ളി ഉടനെ തന്നെ വാളുമെടുത്ത് അങ്കത്തട്ടിൽ ചാടിക്കയറി. ഒറ്റ കോൺഗ്രസ്സുകാരനും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഉച്ചസ്ഥരം ഉദ്ഘോഷിച്ചു. അപ്പോൾ കെ സുധാകരനും VD സതീശനൊക്കെ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അതിൽ പോണോ വേണ്ടോ എന്നുള്ളതല്ല, കോൺഗ്രസ്സുകാരിങ്ങനെ വാ പോയ കൊടാലി പോലെ അഭിപ്രായം പറയരുത് എന്നൊരു വിലക്ക് കൽപ്പിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം കേന്ദ്ര നേതൃത്വം എന്ത് നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള സുധീരനും അറിയില്ല, സുധാകരനും അറിയില്ല, സതീശനും അറിയില്ല, ആർക്കും അറിയില്ല. കേന്ദ്ര നേതൃത്വത്തിന് തന്നെ അറിയില്ല എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്. രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പോകേണ്ടതുണ്ടോ, പോകാതിരിക്കുന്നതാണോ നല്ലത്, പോകുന്നതാണോ നല്ലത് എന്ന് ആലോചിച്ചിട്ട് അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. ഘടകകക്ഷികൾക്കിടയിലും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. മമതാ ബാനർജി പോകുന്നില്ല, പക്ഷേ വീട്ടിൽ നിന്ന് ആരെങ്കിലും അയക്കാൻ ആഗ്രഹിക്കും. ഉദ്ധവ് താക്കറേക്ക് ക്ഷണമില്ല, അതുകൊണ്ട് പോകാൻ നിവൃത്തിയില്ല. ക്ഷണിക്കാത്ത സ്ഥലത്ത് പ്രാണപ്രതിഷ്ഠയാണെങ്കിൽ പോലും പങ്കെടുക്കുന്നത് ശരിയല്ല. ഉദ്ധവ് താക്കറെ അത്ര വലിയ ക്യാമറ അല്ലെങ്കിലും പുള്ളിയുടെ മരിച്ചുപോയ അച്ഛൻ അതിഗംഭീരനായിരുന്നു. ഈ രാമക്ഷേത്രം ഇപ്പോൾ പടിഞ്ഞാറുള്ള സ്ഥലത്ത് ബാബറി മസ്ജിദായിരുന്നപ്പോൾ അത് പൊളിച്ചത് ഞങ്ങളുടെ ആളുകളാണ്, ശിവസേനക്കാരാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്, RSSകാരെ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ബാൽ താക്കറെ. അപ്പോൾ പണ്ട് മറ്റേ തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞ പോലെ ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാം എന്നോട് താതനെ ഓർക്കാൻ എന്നുള്ളതാണ് ഉദ്ധവ് താക്കറയുടെ അവസ്ഥ. അങ്ങനെയാണ് പ്രാദേശിക കക്ഷികൾ പലരും മടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അമ്പരന്ന് നിൽക്കുകയാണ്. അഖിലേഷ് യാദവിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ക്ഷണക്കത്ത് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡിംപിൾ യാദവ് നേരത്തെ തന്നെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് പോകാനായിട്ട് അവർ സാരിയൊക്കെ ഇസ്തിരിയിട്ട് ഭർത്താവിൻ്റെ കൈ പിടിച്ച് കാത്തിരിക്കുകയാണ്. ഉടനെ 22-ാം തീയതി നേരം വെളുക്കുന്നതും കാത്ത്, പക്ഷേ ക്ഷണക്കത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഡിംപിൾ യാദവ് നിൽക്കുന്നത്. ഡിംപിളിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് അഖിലേഷ് യാദവ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സുധീരനെ പോലെ ആദർശധീരനായ ഒരു നേതാവ് അങ്കത്തട്ടിൽ ചാടി വീഴുകയും ഒറ്റ കോൺഗ്രസ്സുകാരനും പോകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നമ്മുടെ സോണിയാഗാന്ധിക്കും അധീർ രഞ്ജൻ ചൗധരിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം സംജാതമായിരിക്കും. ഈ 3 പേർക്ക് മാത്രമേ കോൺഗ്രസ്സിൽ നിന്ന് ക്ഷണക്കത്ത് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇവിടെ കിടന്ന് വായിട്ട് അലക്കുന്നവർക്ക് ആർക്കും ക്ഷണമില്ല. ശശി തരൂരിനെ ക്ഷണിച്ചിട്ടില്ല, VD സതീശനെ ക്ഷണിച്ചിട്ടില്ല, കെ സുധാകരനെ ക്ഷണിച്ചിട്ടില്ല, ആരും ക്ഷണിച്ചിട്ടില്ല.
കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആകെ 3 പേർക്കുള്ളൂ. രാഹുൽ ഗാന്ധി പോലും വിളിച്ചിട്ടില്ല. 3 സീറ്റേ ഉള്ളൂ. പോകണമെങ്കിൽ പോകാം, പോകണ്ടെങ്കിൽ പോകണ്ട. ഇതാണ് അവസ്ഥ. അപ്പോഴാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഖദർധാരിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഫോട്ടോയിലും കഴുത്തിലൊരു ഖദർ ഷാളും ഇട്ട് കാണുന്നുണ്ട്. ഇദ്ദേഹം ഈ സമീപകാലത്താണ് ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേറ്റത്. കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് ക്ഷണക്കത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ മുഖ്യമന്ത്രിമാരെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. വേറെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ക്ഷണമില്ലാന്ന് വെച്ചാൽ പോകാതിരിക്കാൻ പുള്ളിക്ക് പറ്റുകയില്ല. ഈ സർവാണിസ്യതയ്ക്കൊക്കെ പോകുന്ന പോലെ ക്ഷണമില്ലാത്തവർക്കും പങ്കെടുക്കാം എന്ന നിലപാടിലാണ് പുള്ളി. ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കും എന്ന് പുള്ളി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സുധീറിനെ പോലെ ഒരു വീരശൂരപരാക്രമി കേരളത്തിലുണ്ടായിരിക്കും. ഈ സുഖ്വീന്ദർ സിംഗ് സുഖു അറിഞ്ഞിട്ടില്ല. അദ്ദേഹം ആൾ സുഖിമാനാണ്. ഈ സുഖിയൻ എന്ന് പറഞ്ഞ മധുരപലഹാരം ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിൽ പങ്കെടുത്ത് കളയും എന്ന് പുള്ളി പ്രഖ്യാപിച്ചത്. ഇനി അവിടെ ക്ഷണക്കത്തില്ലാത്തവരെ ചേർത്തിൽ അവിടെ പങ്കെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇദ്ദേഹം അവിടെ ഇടിച്ചു കയറും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അഖിലേഷ് യാദവിനെ പോലെ സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ പോലുള്ള ആളുകൾ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ VM സുധീരൻ പഴയ ആദർശത്തിൻ്റെ ബാക്കി പത്രവുമായിട്ട് അങ്കത്തട്ടിൽ ചാടി വീണിട്ടുള്ളത്. ഇനി AICC എന്ത് തീരുമാനം എടുക്കും നമുക്ക് ആർക്കും അറിയില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ പോകാൻ ഇഷ്ടപ്പെടുമോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പാർട്ടിയിൽ നിന്ന് വേറെ ആരെങ്കിലും അയക്കുമോ? സോണിയാജി പ്രായാധിക്യവും അനാരോഗ്യവും നിമിത്തം ബുദ്ധിമുട്ടുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണത്തിന് വിളിച്ചാൽ അച്ഛനോ അമ്മയ്ക്കോ പോകാൻ സമയം കിട്ടിയില്ലെങ്കിൽ മക്കളാരെങ്കിലും പോകും കല്യാണത്തിനോ അടിയന്തരത്തിനൊക്കെ. അത് പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സദ്യ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട്. അതുപോലെ ഇവിടെ ഈ പോകാൻ സൗകര്യമില്ലാത്ത നേതാക്കന്മാർക്ക് പകരം ആളുകളെ അയക്കുമോ, ആ പകരമായിട്ട് അയക്കപ്പെടുന്നവർ അതിൽ പോയി പങ്കെടുക്കുമോ എന്നറിയില്ല. ഏതായാലും അയോധ്യയിൽ നിന്ന് പൂജിച്ച അക്ഷതം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ട് ഗായിക KS ചിത്ര അത് സ്വീകരിച്ചു. മറ്റ് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇത് സ്വീകരിച്ചായിട്ട് വാർത്തയിൽ കണ്ടു. ഗവർണർ ആരിഫ് ഖാൻ്റെ കാര്യം പറയാൻ വേണ്ട. അപ്പോൾ അങ്ങനെ അക്ഷതമായി. ഈ അക്ഷതം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ ശരി എനിക്ക് അരിയും നെല്ലുമാണ്. അത് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരെല്ലാവരും ഭക്ത്യാദരപൂർവ്വം സ്വീകരിച്ചു. ഇനി ജനുവരി 22-ാം തീയതി ആരൊക്കെ പോകും, ആരൊക്കെ പോകാതിരിക്കുന്നവർ എന്തൊക്കെ കാരണം പറയും എന്ന് നമുക്കറിയില്ല. ഏതായാലും സുധീരൻ്റെ കാര്യം വിജയിച്ചു. KPCCയുടെ പരസ്യ പ്രസ്താവന വിലക്ക് ലംഘിച്ചു. VM സുധീരൻ ഇപ്പോഴും ആദർശശാലിയായി ഒരു വ്യാഘ്രമായി, ഒരു കണ്ടശാങ്കടവ് വ്യാഘ്രമായിട്ട് ഇപ്പോഴും തുടരുന്നു എന്ന കാര്യം നമ്മൾ ഓരോരുത്തരെയും ബോധ്യപ്പെടുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പിന്നെ അച്ചടക്കമൊന്നും പുള്ളിക്ക് ഒരു കാലത്തും ബാധകമായിരുന്നില്ല. അദ്ദേഹം KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ പോലും പുള്ളി അച്ചടക്കം പാലിച്ചിരുന്നില്ല. പിന്നെയാണിപ്പോൾ മുൻ പ്രസിഡൻ്റായിട്ടിരിക്കും. ഏതായാലും സുധീറിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നിറവേറി എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. സുഖ്വീന്ദർ സിംഗ് സുഖുവിൻ്റെ ആഗ്രഹം സഫലമാകുമോ എന്ന് പറയാറായിട്ടില്ല. അല്പം കൂടി കാത്തിരിക്കണം. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.